ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. കുറേ നാളായി. ഞാനിന്ന് ജസ്റ്റ് ഒരു അഡ്വഞ്ചർ ട്രിപ്പ് എന്ന രീതിയിൽ വന്നത്. അപ്പോൾ ഇവിടെ പോർത്തുഗൽ അലങ്കോ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. സോ അവിടെ ഈ ട്രക്കിങ് ലൈക്ക് ഹൈക്കിങ് പോലത്തെ ഒരു ഇത് ഞാൻ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാൻ വിചാരിച്ചു വന്നതാണ്. സോ ലെറ്റ്സ് ഗോ. ഓഫ് റോഡിങ് ആണ്, ഫുള്ളും പൈൻ മരങ്ങൾക്കിടയിലാണ്. അതാണോ ഹൗ ഇറ്റ് ഈസ്, ബട്ട് ലെറ്റ്സ് സീ. പിന്നെ ഞാനിപ്പോൾ കയറിയിട്ട് ഒരു 2 മിനിറ്റ് ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ മടുത്തു. ശരി, ഇത് ആരുമില്ല. സോളോ അഡ്വഞ്ചർ. ലൈഫിൽ നമ്മൾ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് എംബ്രേസ് ദി ലോൺലിനെസ്. അവിടെ ഫുള്ള് ഞാനവിടെ ഒരു ബോർഡ് കണ്ടപ്പോഴത്തേക്കും അറൗണ്ട് 2.1 കിലോമീറ്റേഴ്സ് ഉണ്ടെന്ന്. ഇറ്റ്സ് ലൈക്ക് ഇവിടെ എൻ്റെ ഒരു ബോർഡുണ്ട് കേട്ടോ, 3 കിലോമീറ്റേഴ്സ് വെച്ച് ഇങ്ങോട്ട്. എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് 9.5 കിലോമീറ്റേഴ്സ് 400 മീറ്റർ, 11 കിലോമീറ്റേഴ്സ് 650 മീറ്റേഴ്സ്. അതിൻ്റെ ട്രക്കിങ് പോയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ പോയി നോക്കിയിട്ട് വരാം. കണ്ടോ, നേരമാണ്. നമ്മൾ വാഗമണ്ണിൽ പൈൻ മരങ്ങൾക്ക് ഇടയിൽ കൂടെ പോകുന്ന ഒരു ചെറിയ ഫീൽ ഉണ്ടെന്നേ ഉള്ളൂ. അവിടുന്ന് ബാക്കിൽ നിന്ന് അതിനടുത്ത് ഭയങ്കര പാടാണ്. ബാക്കിൽ റോഡ്സെല്ലാം മൊത്തം കല്ലാണ്. ഇത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ടോപ്പിൽ അവിടം വരെ പോകേണ്ടി വരും. പറ്റുന്നത്ര നോക്കിയിട്ട് വരാം. ലെറ്റ്സ് ഗോ. ഇതാണ് ഞാൻ പറഞ്ഞ വഴി. കണ്ടോ, എത്രമാത്രം വിസിബിൾ ആവുന്നുണ്ടെന്ന് എനിക്കറിയുന്നില്ല. ബട്ട് സീ ലൈക്ക് ഇവിടെ അത്യാവശ്യം നല്ല ഓഫ് റോഡിങ് ആണ്. ഇവിടെ വണ്ടി പോകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ബട്ട് പോയതായിട്ടൊന്നും കാണുന്നില്ല. ബട്ട് സ്റ്റിൽ ഇസ് ലൈക്ക് ഉണ്ടോ, എൻ്റെ ഗ്യാപ്പ് ഉണ്ടോ, അതൊന്നും ടയർ പോലും കയറുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കയറുമൊക്കെ ചെയ്യും, ബട്ട് ഓഫ് റോഡിങ് ആയിട്ടുള്ള കേപ്പബിലിറ്റിയുള്ള കാറെല്ലാം സുഖമായിട്ട് പോകുന്നു. പറഞ്ഞു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാനൊരു 10 മിനിറ്റ് നടന്നു. ഒറ്റയ്ക്ക് കൂടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഒറ്റ മനുഷ്യരില്ല. അറിയാതെ വല്ല തെന്നി വീണ കൊക്കയൊന്നും അല്ല, എന്നാലും ഒരു ഡെപ്ത് ഉണ്ട് താഴെ. സോ ഐ എം നോട്ട് ടേക്കിങ് എനി റിസ്ക്. കാരണം തിരിച്ച് വീട്ടിൽ പോകണ്ട. അതുകൊണ്ട് ഇതൊക്കെ ഹൈക്കിങ് നിർത്താം. പിന്നെ വേറൊരു ദിവസം ഫുള്ളി പ്രിപ്പയർഡായിട്ട് പ്ലാൻഡായിട്ട് വരും. വാ. സോ അങ്ങനെ ചെറിയൊരു ഹൈക്കിങ് പ്ലാൻ ചെയ്ത് വന്നിട്ട് ഹൈക്കിങ് നടക്കാതെ പോയതിൻ്റെ ഒരു ഇതിൽ ഞാൻ നിർത്തും. ഡിയോസ്. ചെറിയൊരു അരുവി ഇതിലൂടെ പോകുന്നുണ്ട്. ഇതൊന്നിട്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു നാട്ടിലെ ഫീല് വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ. ഈ അരുവിയൊക്കെ പോകുമ്പോൾ ആ വെള്ളത്തിൻ്റെ ആ സൗണ്ടൊക്കെ പീസ്. ഞാൻ ജസ്റ്റ് അതിൻ്റെ താഴോട്ട് ഇറങ്ങുന്നുണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊരു സൈക്ലിസ്റ്റ് നല്ല സ്പീഡിൽ പോയി. സോ സൈക്കിൾ കൊണ്ട് പോകുന്നത് നല്ല ഒരു എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നു. കാരണം എനിക്കിങ്ങനെ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സൈക്കിളില്ല. ഐ തിങ്ക് ഇറ്റ്സ് once I get a cycle, definitely ഒന്ന് ഹൈക്ക് ചെയ്യാം. സോ ഇപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ആൽഡി എന്ന് പറഞ്ഞാൽ. സോ അവിടെ പോയിട്ട് ഒന്ന് റിഫ്രഷ് ആവാം. റിഫ്രഷ് എന്ന് പറഞ്ഞാൽ എനർജി പോയി. സോ ബൈ സം ഫുഡ്സ് and go back to the house.
സോ ഇതാണ് ഔദ്യോഗിക സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെ മക്ഡൊണാൾഡ്സ് ഉണ്ട്. മക്ഡൊണാൾഡ്സിൻ്റെ പൈസ കഴിക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് അൽഡി പോകണം. സൂപ്പർ മാർക്കറ്റ് വന്നിട്ട് നോക്കുവാണ് എന്താ കഴിക്കണ്ടേ, എന്താ സ്നാക്സോ അല്ലെങ്കിൽ ജ്യൂസ് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ